എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത്തരം സാഹചര്യം ഉണ്ടായിട്ടെങ്കിൽ അത് അന്വേഷിക്കാൻ നടപടിയെടുക്കാൻ പറയും. സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടത് കുടുംബത്തിന് അങ്ങനെ അന്വേഷണം ആവശ്യപ്പെടുന്നെങ്കിൽ അന്വേഷിക്കപ്പെടേണ്ടതായിരിക്കും. ഇന്നലെ ഏതോ ഒരു സർവേ വന്നില്ല. സർവേയിൽ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ പറഞ്ഞു പോയി കണ്ണൂർ. ഞങ്ങൾ ജോലി ചെയ്ത ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, സ്ഥാനാർത്ഥികളെല്ലാം ഉണ്ട്, അവരുടെ പ്രതീക്ഷകളുണ്ട്. കൃത്യമായിട്ടും ജനങ്ങളുടെ മനസ്സറിയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ടും സർവേകളെയൊക്കെ തന്നെ അതിജീവിക്കുന്ന, സർവേകളേക്കാൾ കൂടുതൽ ഉള്ള ഇലക്ഷൻ റിസൾട്ടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പറഞ്ഞു. അതുകൊണ്ടൊന്നും സംശയമില്ല. ഇന്നലെ വേറൊരു സർവേ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം UDF ആണോ LDF ആണോ ബലാബലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും വെറുതെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ സർവേ ഞങ്ങൾക്ക് അനുകൂലമാണ്. അതൊന്നുമല്ല. ഹരിയാന സർവേ എങ്ങനെയായിരുന്നു? അപൂർവമായിട്ടില്ല. ഇപ്പം മിക്കവാറും സമയത്ത് തെറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ അജണ്ട ഫിക്സ് ചെയ്തിട്ടുള്ള സർവേകളുണ്ട്. അപ്പം നമ്മൾ സർവേ ഫലത്തെ അല്ല ശ്രദ്ധിക്കുന്നത്. ഇപ്പം 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ 1 4-ാം തീയതി അറിയാമല്ലോ. ഈ സമയമാകുമ്പോൾ നമുക്കറിയാമല്ലോ കേരളം എങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട്. കേരളം UDFന്റെ കൂടെ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളം UDFനോട് ശക്തമായി നിൽക്കും. ഇതാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? എന്നോടുള്ള സ്നേഹത്തിന് വലിയ നന്ദി. ഇത്തരം ചർച്ചകൾ പാടില്ല എന്നുള്ള പാർട്ടി നേതൃത്വം വിലക്കിയിട്ടുണ്ട്. ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനമാണ്. അത്രേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തോട് ചോദിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഇതിനകത്ത് വ്യക്തമായിട്ടും KPC പ്രസിഡന്റ് അതിന് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. അല്ല, ഞാൻ കാരണം ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെ എല്ലാ പ്രാവശ്യവും കടന്നാക്രമിക്കുന്ന അത്തരം ശൈലികളോടൊന്നും എനിക്ക് യോജിപ്പില്ല, ആർക്കും യോജിപ്പില്ല. ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ എല്ലാവരോടും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അതിനകത്ത് ഞങ്ങൾക്കൊരു ആശങ്കയില്ലെന്നേ. ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ആശങ്കയില്ല. നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയം ചിലവഴിക്കാൻ വേണ്ടി വലിയുള്ള ദിവസം 4-3 ദിവസത്തേക്ക് സമയം ചിലവഴിക്കാൻ വേണ്ടി വാർത്തകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതുമായിട്ട് എല്ലാവരിടത്തും പോയി ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദിക്കുമ്പോൾ ഒരാളൊരു അഭിപ്രായം പറയും എന്നല്ലേ ഉള്ളൂ. എന്തായാലും UDFന്റെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരും കേട്ടോ. അപ്പൊ അന്നേരം നമുക്ക് മധുരം വിതരണം ചെയ്യാം. അമലിനെന്താ ചോദിക്കണേ?